ഹസ്തിനപുരിയുടെ വടക്കുപടിഞ്ഞാറായി ഗാന്ധാരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ഗാന്ധാര രാജാവായ സുബലന്റെ അതിസുന്ദരിയായ പുത്രിയായിരുന്നു ഗാന്ധാരി. സുബല മഹാരാജാവിന് ഗാന്ധാരിയെ കൂടാതെ മറ്റു പുത്രന്മാരും ഉണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ശകുനി. ഒരിക്കൽ ഹസ്തിനപുരിയുടെ ഒരു ദൂതൻ ഭീഷ്മരുടെ ഒരു സന്ദേശവുമായി ഗാന്ധാര രാജ്യത്തെത്തി. ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഗാന്ധാരിയെ വിവാഹം ചെയ്തു നൽകാനുള്ള അഭ്യർത്ഥനയായിരുന്നു ആ സന്ദേശത്തിൽ. ധൃതരാഷ്ട്രർ വളരെ ശക്തനും 1000 ആനകളുടെ ബലമുള്ളവനുമായിരുന്നെങ്കിലും അദ്ദേഹം ജന്മനാ അന്ധനായിരുന്നതിനാൽ സുബല മഹാരാജാവും ഗാന്ധാരിയുടെ ജ്യേഷ്ഠന്മാരും ഈ ബന്ധത്തെ എതിർത്തു. ഇതിൽ കുപിതനായ ധൃതരാഷ്ട്രർ ഭീഷ്മരുടെ സഹായത്തോടെ ഗാന്ധാര രാജ്യം ആക്രമിക്കുകയും സുബല മഹാരാജാവിനെയും ഗാന്ധാരിയുടെ മാതാവിനെയും സഹോദരന്മാരെയും തടവറയിലാക്കുകയും ചെയ്തു. വിവാഹത്തിന് സമ്മതിച്ചാൽ അവരെ തടവിൽ നിന്ന് മോചിപ്പിക്കാം എന്നൊരു വ്യവസ്ഥയും വെച്ചു. അവർക്ക് ഒരു ദിവസം ഭക്ഷിക്കാൻ ഒരു പിടി അരി മാത്രമേ ഓരോരുത്തർക്കും അനുവദിച്ചുള്ളൂ. ഒടുവിൽ തടവറയിൽ വെച്ച് അവർ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. അതായത് അവർക്കെല്ലാം കിട്ടുന്ന ഒരു പിടി അരി കൂട്ടിവെച്ച് ഗാന്ധാരിയുടെ മൂത്ത ജ്യേഷ്ഠനായ ശകുനിക്ക് നൽകാമെന്ന്. കാരണം ശകുനി അതിബുദ്ധിമാനാണ്. അതുകൊണ്ട് ശകുനിയുടെ ജീവൻ നിലനിർത്തി ഹസ്തിനപുരിയോട് പ്രതികാരം ചെയ്യിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ തങ്ങൾക്ക് കിട്ടുന്ന ഭക്ഷണമെല്ലാം ശകുനിക്ക് നൽകി. ശകുനിയെ ആരോഗ്യത്തോടെ അവർ കാത്തു. ഭക്ഷണം കഴിക്കാതെ ഗാന്ധാരിയുടെ മാതാവും മറ്റു സഹോദരന്മാരും ഓരോരുത്തരായി മരണപ്പെട്ടു. ഒടുവിൽ സുബല മഹാരാജാവ് മരണത്തിന് തൊട്ടു മുൻപ് ശകുനിക്ക് ഒരു വരം കൊടുത്തു. തന്റെ വാരിയെല്ലുകൊണ്ട് ഒരു പകിട ഉണ്ടാക്കണം. അത് ഉപയോഗിച്ച് നീ എപ്പോൾ കളിക്കുമ്പോഴും കരുക്കൾ നിന്റെ ഇഷ്ടത്തിന് വീഴും എന്നായിരുന്നു ആ വരം. വരം നൽകി സുബല മഹാരാജാവും മരണത്തിന് കീഴടങ്ങി. ഒടുവിൽ കല്യാണത്തിനു തനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് ശകുനി തടവറയിൽ നിന്നും മോചിതനാവുകയും ചെയ്തു. തന്റെ ഭാവി ഭർത്താവിന്റെ അവസ്ഥയെ മാനിക്കാൻ ഗാന്ധാരി സ്വയം കണ്ണുകൾ മൂടിക്കെട്ടുകയും ഈ കെട്ട് ഒരിക്കലും അഴിക്കുകയുമില്ലെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. ഈ പ്രവൃത്തി ഗാന്ധാരിയുടെ ഇണയോടുള്ള ഭക്തിയും പ്രതിബദ്ധതയും പ്രകടമാക്കുന്നു. ഒടുവിൽ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും തമ്മിലുള്ള വിവാഹം ഹസ്തിനപുരിയിൽ വെച്ച് നടന്നു. വിവാഹശേഷം ഗാന്ധാരിയോടൊപ്പം ശകുനിയും ഹസ്തിനപുരിയിൽ താമസമാക്കി. കുശാഗ്ര ബുദ്ധിക്കാരനായ ശകുനിയെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും ധൃതരാഷ്ട്രർക്ക് ഏറെ പ്രിയങ്കരനായതിനാൽ ആരും ശകുനിയെ എതിർത്തില്ല. ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനായതിനാൽ ഹസ്തിനപുരം ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ പാണ്ഡു ആയിരുന്നു. യാദവ ഭരണാധികാരിയായ ശൂരസേനന്റെ മകളും ഭഗവാൻ കൃഷ്ണന്റെ പിതാവായ വാസുദേവന്റെ സഹോദരിയുമായ കുന്തിയെയാണ് പാണ്ഡു രാജാവ് വിവാഹം കഴിച്ചത്. പൃഥ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന കുന്തി ശൂരസേന രാജാവിന്റെ മകളായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ബന്ധുവായ കുന്തി ഭോജന് കുട്ടികളില്ലാതിരുന്നതിനാൽ ശൂരസേനൻ കുന്തിയെ കുന്തി ഭോജന് വളർത്താൻ നൽകുകയുണ്ടായി. അങ്ങനെ കുന്തി ഭോജൻ അവളെ ദത്തെടുക്കുകയും കുന്തി എന്ന നാമത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ഒരിക്കൽ ദുർവാസാവ് മുനി കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ വരാനിടയായി. ദുർവാസാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ കുന്തി ഭോജൻ കുന്തിയെ ഏൽപ്പിച്ചു. കുന്തിയുടെ സേവനത്തിൽ സന്തുഷ്ടനായ ദുർവാസാവ് അവൾക്ക് ഒരു മന്ത്രം നൽകി. ഏതു ദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിക്കുന്നുവോ ആ ദേവനിൽ നിന്ന് അവൾക്കൊരു കുഞ്ഞു ജനിക്കും എന്നായിരുന്നു ആ വരം. ഈ വരം ഫലിക്കുമോ എന്ന ജിജ്ഞാസ കുന്തിയെ ഈ മന്ത്രം പരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. അവൾ സൂര്യദേവനെ മനസ്സിൽ ധ്യാനിച്ച് മന്ത്രം ജപിച്ചു. സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും സൂര്യനിൽ നിന്ന് അവൾക്ക് ഒരു മകനെ ലഭിക്കുകയും ചെയ്തു. സൂര്യ തേജസ്സോടെ ജന്മനാ കവച കുണ്ടലങ്ങളാൽ ജനിച്ച അവൻ പിന്നീട് കർണൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. അവിവാഹിതയായ തനിക്ക് വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞ് ജനിച്ചത് ലോകമറിഞ്ഞാലുള്ള അപമാനം ഓർത്ത് തന്റെ പ്രശസ്തി സംരക്ഷിക്കാൻ കുന്തിക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കണം എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. അവൾ വിശ്വസ്തയായ ഒരു തോഴിയുടെ സഹായത്തോടെ കർണനെ നദിയിൽ ഒഴുക്കിവിട്ടു. കർണന്റെ ജനന രഹസ്യം കുന്തിയുടെ ജീവിതത്തിൽ സങ്കീർണത വർദ്ധിപ്പിച്ചു. ഇതിനുശേഷമാണ് ഹസ്തിനപുരിയുടെ രാജാവായ പാണ്ഡുവിനെ കുന്തി വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹശേഷം കുന്തിക്ക് കുട്ടികൾ ഉണ്ടായില്ല. അതിനാൽ കുറച്ചു കാലത്തിനു ശേഷം പാണ്ഡു മദ്രയിലെ രാജാവിന്റെ മകളായ മാദ്രിയെ രണ്ടാമതും വിവാഹം കഴിച്ചു. കുന്തിയെ പോലെ തന്നെ മാദ്രിക്കും കുട്ടികൾ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പാണ്ഡുവിന് പിൻഗാമിയായി ഒരു മകനും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം വേട്ടയാടുന്നതിനിടയിൽ മഹാരാജാവ് പാണ്ഡു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 മാനുകളെ അമ്പെയ്തു. എന്നാൽ ആ മാൻ വാസ്തവത്തിൽ കിന്താമ മുനിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു. മരണാസന്നനായ മുനി പാണ്ഡു രാജാവിനെ ശപിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഉദ്ദേശത്തോടെ ഭാര്യമാരെ എപ്പോൾ സമീപിക്കുന്നുവോ തൽക്ഷണം പാണ്ഡു മരണപ്പെടും എന്നായിരുന്നു ആ ശാപം. ഒരു ബ്രാഹ്മണനെ കൊന്നതിന്റെ കുറ്റബോധത്താൽ മനം നൊന്ത് പാണ്ഡുവും ഭാര്യമാരും കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രർ രാജാവായി. ഗാന്ധാരി ഹസ്തിനപുരിയുടെ രാജ്ഞിയും.